ഇന്ന് തീരുക ചികിത്സ. അപ്പോ എനിക്കിനി ദേവേനയായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല? ഇല്ല. ഞാൻ കാണും, എവിടെയെങ്കിലും വെച്ച് കാണും, സംസാരിക്കും, ആരും അറിയാതെ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ? കുറ്റം ആണിൻ്റെതാണെങ്കിൽ കൈ വെട്ടിമാറ്റും. പെണ്ണിന്റെ കുറ്റമാണെങ്കിൽ ചെറിയൊരു ശിക്ഷയുള്ളൂ. തമ്മിൽ കാണരുതെന്നൊരു വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല. അവളെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ. കൈ വെട്ടി മാറ്റിയാലും സാരമില്ല, എനിക്ക് ദേവുവിനെ കാണണം സ്വകാര്യമായി. കാണാനും ഞാൻ സമ്മതിക്കില്ല. അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപുരത്തേക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി? മാറും, അതിനുള്ള സമയം തുടങ്ങി. സ്വന്തം വെള്ളം ഇവിടെ ഒഴുകി കഴിയുമ്പോ ചില വ്യതിയാനങ്ങളൊക്കെ വരും. വന്നേ പറ്റൂ. അപ്പൊ മെല്ലെ മെല്ലെ പല രീതികളും മാറും. ഇവിടുള്ളവരെല്ലാം ചേർന്ന് എന്നെ ഒരു ആഘോഷമായി വേദപുരത്ത് എത്തിച്ചു തരും. എന്റെ ഒരു മോഹം അത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. അതിന് ഒരുപാട് നാളുകൾ എടുത്താലോ? ഞാൻ കാത്തിരിക്കും. 10-15 വർഷങ്ങൾ എടുത്താലോ? ഞാൻ കാത്തിരിക്കും. അതുവരെ തമ്മി കാണരുത്. ശരി, ദേവേനയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയിപ്പോ. ചികിത്സ ഇപ്പോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇത്രയും കാലം ഞാൻ ചികിത്സിച്ചത് മറ്റാരുമല്ല, എന്റെ ദേവനെ തന്നെയായിരുന്നു എന്ന സന്തോഷമുണ്ട് എനിക്ക്. ഇനി ഈ ശരീരത്തില് ദേവേനെ തുടലെന്നറിയാം. അതുകൊണ്ട് ഞാനൊന്ന് തൊടുക അവസാനമായി. ഒന്നും ചെയ്യരുത്. മാറി നീ ഇവിടെ വന്നത് കിണർ പണിയാനോ പെണ്ണ് പിടിക്കാനോ? ചൊല്ലും ചെലവും തന്ന് നിന്നെ ഈ മണ്ണി കാലുകുത്തിച്ച എന്റെ പെണ്ണിനെ തന്നെ വേണം നിനക്ക്. അല്ല, മറുനാട്ടിൽ നിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ടവന്റെ കൈ കരിയാത്ത മലയിലെ കാട്ടിൽ നോക്കുള്ളതാ. അറിയോ? ആയിരം വ്രതം നോറ്റ് നാഡീവൈദ്യം പഠിച്ച പെണ്ണെന്ന നിലയിൽ ഏതാണുങ്ങളുടെ ദേഹം ഒഴിഞ്ഞ് രാപ്പാർത്തകളെ ഇവിടെ പിഴച്ചു പോയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വപ്നഭൂമിക്കാർക്ക്. നമ്മളെ മുഴുവൻ വഞ്ചിക്കായിരുന്നവള്. എന്താ ഇവിടെ? എന്താ ഈ നിൽക്കുന്ന സോമാജി വൈദ്യന്റെ മോക്ക് കിണറുത്താൻ വന്ന വേദപുരക്കാരനുമായിട്ട് സ്വപ്നഭൂമിക്ക് നിരക്കാത്ത ചില ബന്ധങ്ങളുണ്ട്. അവിഹിത ബന്ധം. അതിപ്പോ ഞാൻ നേരിക്കണ്ടു. ചികിത്സയുടെ പേരും പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ കബളിപ്പിക്കായിരുന്നു. മോളെ വേണ്ട, നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം പറഞ്ഞിട്ട് നീ മിണ്ടിയാ മതി. അങ്ങോട്ട് മാറി. ഇതെന്ത് ന്യായമാ? ഇവിടെ ഇപ്പൊ ഭൂരപ്പം പറഞ്ഞ ഒരു പക്ഷമല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനൊരു മറുപക്ഷമില്ലേ? അതും കേൾക്കണ്ടേ? അതാ ശരി. നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പറയാനുള്ളത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. മരുത്താള വൈദ്യപ്രകാരം നാഡീ ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭുവനപ്പം പറയുന്ന പരാതികൾ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. നാഡീ ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ. കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. മനസാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം. പറഞ്ഞോളൂ. ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല.
കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴ്വഴക്കനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ. ദേവേൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആ കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് ഞാനാ. അല്ല അല്ല, കള്ളമാ പറഞ്ഞത്. ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ചെന്നത്. രണ്ടുപേരുടെ ഉള്ളിരിപ്പ് കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ ആലോചിക്കാനാ? ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാൽ മതി. നാട്ടുവഴക്കം വെച്ച് നോക്കുമ്പോ മരനാട്ടിൽ നിന്ന് വന്ന് മരുത്താള പെണ്ണിനെ തൊട്ടാൽ തൊട്ട കൈ വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ്. പക്ഷെ അത് ഇപ്പൊ ന്യായമാണോ? ചിന്തിക്കണം. അല്ല, ന്യായമല്ല. ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാരെടുത്ത കൈകളാണിത്. സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല. അത് ശരിയാ. മരുത്താളന്റെ മാന്യത പോകരുത്. ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം ഊരുവിലക്കുകയാണ് വേണ്ടത്. വിധിപ്രകാരം ഊരുവിലക്കിലുള്ള ഒരുക്കുകൾ ആരംഭിക്കാം. സ്വപ്നഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയാ കാവലേറ്റ ഗണനാഥൻ മേൽ ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജിമകൾ ദേവയാനിക്കും വേദപുരത്തു നിന്നും നാട്ടരതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിൽ ഒരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലക്ക് കൽപ്പനയാക്കുന്നു. ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും, ആണെങ്കിൽ ചാവോളം കരിവേറ്റും മുൻകൂർ കൽപ്പനയാക്കുന്നു. ഇങ്ങത്താ, ഞാൻ നിർത്താം. ഒരവതാരം പോലെ എന്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും വ്രതശുദ്ധിയും ഉണ്ടെന്ന് കണ്ടിട്ടാ ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാഡീചികിത്സാമുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത്. എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചടി മോളെ? വരൂ. എന്താ കുട്ടി, എന്താ ഈ രാത്രിയില്? മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് വന്നതാ. കുട്ടി ഇവിടെ ഇരിക്കൂ. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എല്ലാരും ചോദിക്കുന്നു എനിക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റിപ്പോയെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒടിയാമായിരുന്നു. എന്നിട്ടും ഞാനത് ചെയ്തില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് രണ്ട് വെളിപ്പാടപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്ന് പറഞ്ഞു തരൂ. മോളെ, നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ ഈ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിലെ രാത്രികൾ വരില്ല. നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക. എന്താ? ചിലതൊക്കെ പറയാനാ വന്നത്. പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുമുണ്ട്. ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല, സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ. മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തു സൂക്ഷിക്കുന്നവരാ ഞങ്ങള്. സഹസ്രാബ്ദങ്ങളായിട്ട് അമൃതതുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക. അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാരവിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത്. മരുത്താളരുടെ സൂക്ഷിപ്പുകൾ
ലോകത്തിന് തീറെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോ അതിന്റെ മുന്നറിയിപ്പായി 2 പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭ്രഷ്ട് കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക. രണ്ടാമത്തേത് സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് ഭ്രഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പുണർന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാഠക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ടെനിക്ക്. ഞാനൊരിക്കൽ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ. തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ എന്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ്. പറഞ്ഞല്ലോ, കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴെനിക്കില്ല. ആ കിണറിന് ഞാൻ തൊടില്ല. നിങ്ങളെ പോലുള്ള മഹാപാപികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാപത്തിന് പുറത്തിറക്കി വിടാദ്യം. എന്നിട്ട് മതി ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ. പോകരുതെന്ന് കരുതിയതാ. പക്ഷെ ഞാനിവിടെ നിന്നാ അവളകത്തിരുന്ന് വീർപ്പൂട്ടും. പോവാ, അവളെങ്കിലും ഒന്ന് വെളിച്ചം കണ്ട് നടക്കട്ടെ. കില്ലാടി, വാസുണ്ണ, വാസുണ്ണ. അമ്മ ഈ സ്വപ്നഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നുമില്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹ. കിണറ് കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പനപ്പൂപ്പന്മാർ 1000 കിണറ് കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാ മതി. അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യയുടെ പ്രേമെന്നങ്ങോട്ട് പറഞ്ഞാ പോരെ? ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഏയ്, ആ ദേവേനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര്. നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ? നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും. എന്തും.